വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കേന്ദ്ര സർക്കാരിന്റെയും തൊഴിൽ വകുപ്പിന്റെയും അംഗീകാരമുള്ള 2 വർഷ കാലയളവിൽ NCVT കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സിവിൽ ഡ്രാഫ്റ്റ്മാൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ തുടങ്ങിയ ട്രെയിനിങ്ങുകളിലേക്കും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലും പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലും സ്വദേശത്തും വിദേശത്തും തൊഴിൽ ലഭിക്കാനും ഏറെ ഉപകാരപ്രദമായ NCVT സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കാം. എല്ലാ കോഴ്സുകളിലേക്കും പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും. അഭ്യസ്ത വിദ്യരായ ആയിരക്കണക്കിന് പരിശീലകരെ നാടിന് സമ്മാനിച്ച കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കല്ലേപ്പാടം പഴയന്നൂർ. ഫോൺ 9447373741 9400095147. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പഴയന്നൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ സബ് എഞ്ചിനീയർ PS മധുവിന് യാത്രയയപ്പ് നൽകി. വടക്കാഞ്ചേരി ഡിവിഷൻ INTUCയുടെ നേതൃത്വത്തിലാണ് സ്നേഹാദരങ്ങളോടെ യാത്രയയപ്പ് സംഘടിപ്പിച്ചത്. ദീർഘകാലത്തെ ഔദ്യോഗിക സേവനത്തിന് ശേഷം വിരമിക്കുന്ന പഴയന്നൂർ ഇലക്ട്രിക്കൽ സെക്ഷനിലെ സബ് എഞ്ചിനീയറായ PS മധുവിന് യാത്രയയപ്പ് നൽകി. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC വടക്കാഞ്ചേരി ഡിവിഷന്റെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സൗത്ത് കൊണ്ടാഴി ജേവേവ്സിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി ട്രഷറർ P ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. ഡിവിഷൻ സെക്രട്ടറി രഞ്ജിത്ത് PR ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. INTUC ജില്ലാ പ്രസിഡന്റ് ഷാജി, ജില്ലാ കമ്മിറ്റി അംഗം രാജു, ഷാജഹാൻ, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവരും വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും പങ്കെടുത്തു. ഏതൊരു സർവീസിൽ നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഈ റിട്ടയർമെന്റിലൂടെ കഴിഞ്ഞു പോകുന്നത്. എല്ലാവരും ഏതൊരു സർക്കാർ സർവീസിൽ കയറുന്ന വ്യക്തിയും അവൻ ആഗ്രഹിക്കുന്നത് ചെറിയ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വന്ന് അതോടൊപ്പം അവൻ തൊഴിലെടുക്കുന്ന ഏത് മേഖലയാണോ ആ മേഖലയ്ക്ക് അവന്റെ ആരോഗ്യവും അറിവും എല്ലാം തന്നെ ആ മേഖലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആ വ്യക്തിയും അവന്റെ കുടുംബവും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരുന്നു. അത് ഏറെക്കുറെ ഞാൻ കാണുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ തൊഴിലാളിയായി ഈ ബോർഡിലേക്ക് കടന്നു വന്ന ശ്രീ മധു, അദ്ദേഹത്തിന്റെ ആ സർവീസ് കാലഘട്ടത്തിൽ വെറുതെ ഇരുന്നില്ല. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന PS മധുവിന് ചടങ്ങിൽ ഉപഹാരങ്ങൾ സമ്മാനിച്ച് ആശംസകൾ നേർന്നു. തുടർന്ന് അദ്ദേഹം ആദരിക്കൽ ചടങ്ങിന് മറുപടി പ്രസംഗം നടത്തി. സെക്രട്ടറി സംസ്ഥാന ട്രഷറർ ഉണ്ണീഷാറിനും അതുപോലെ ഷാജി സാറും ഇവിടെ വന്നിട്ടുള്ള മറ്റ് ഷാജഹാൻ, രഞ്ജിത്ത്, രാജ്, ഇവർക്ക് ഞാൻ ആദ്യമായ നന്ദി രേഖപ്പെടുത്തട്ടെ. ഇന്ന് ഇവിടെ വന്നിട്ടുള്ള എൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ 2003 സർവീസിൽ കയറുമ്പോൾ ഞാൻ ആദ്യം ജോയിൻ ചെയ്ത തിരുവല്ലാമലയായിരുന്നു. അന്നെനിക്ക് ആ കാലഘട്ടങ്ങളിൽ വളരെ സംഘടനാ പ്രവർത്തനം വളരെ ശൂന്യമായ രീതിയിലായിരുന്നു. ഞാൻ അവിടെ മറ്റു പല സംഘടനകൾ സമീപിച്ചപ്പോഴും ഞാൻ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഞാൻ INTUC സംഘടനാ പ്രവർത്തനം ഉറച്ചു നിന്നുകൊണ്ട് തന്നെ നിന്നു. പിന്നീടുള്ള കാലഘട്ടങ്ങളിലെല്ലാം മറ്റു ഭരണങ്ങൾ വന്നപ്പോൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. എന്നാലും ഞാൻ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ പോരാട്ടം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായി. ഒരുപാട് സംഭവങ്ങളുണ്ടായപ്പോൾ ഞാൻ ആ സംഘടനയിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയും ഇപ്പോൾ നമ്മുടെ സംഘടന ഉയർച്ചയിലേക്ക് വന്നിരിക്കുന്നു. കഴിഞ്ഞ ഒരു 2-3 ആഴ്ച നമ്മൾ അധികാരത്തിൽ വന്നിട്ടുണ്ട്. ആ കാലഘട്ടങ്ങൾ സുവർണ കാലഘട്ടം വന്നപ്പോൾ ഞാൻ പുറത്തേക്ക് പോകുന്നു. അത് കാലത്തിൻ്റെ മാറ്റമാണ്. അത് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ചുവടുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പുറത്തു പോകണം. ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സർവീസിൽ കയറുമ്പോൾ ഏകദേശം ഒരു 55-56 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ റിട്ടയർമെന്റ് ആവും. വിവിധ ഇലക്ട്രിക്കൽ സെക്ഷനുകളിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും സന്നിഹിതരായ ചടങ്ങിൽ സംഗീത സ്നേഹ വിരുന്നുകളും ഒരുക്കിയിരുന്നു.
സ്വയംവര ദേവതയും ആനന്ദമനുകരിക്കും